കൃഷ്ണ. എല്ലാ ഹരിപ്രിയർക്കും സന്ധ്യാവന്ദനം. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനേ. പാർവതീദേവി ശിവഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് ഒരുപാട് നേരം വേണം, അതിന് എളുപ്പ വഴി എന്താണ്? അപ്പോൾ ഭഗവാൻ പറയുകയാണ്, രമേ രാമേ പാർവതി, സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണ് താരക മന്ത്രമായ രാമമന്ത്രം ജപിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ ഒരു ശ്ലോകം ജപിക്കുകയല്ല, എപ്പോഴും രാമമന്ത്രം ജപിക്കുക. രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അതിൻ്റെ അകത്ത് തന്നെ എത്ര ഹരേ രാമ വരുന്നല്ലേ. അങ്ങനെ ആ രാമമന്ത്രം ജപിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അതിന് ആൾക്കാർ പറയും, ഇത് 3 പ്രാവശ്യം ജപിച്ചാല് സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യാണ് എന്ന്. അങ്ങനെയല്ല, എപ്പോഴും ശിവഭഗവാനും വിഷ്ണു ഭഗവാനും ഒക്കെ ആ പരബ്രഹ്മ മന്ത്രം, ഓങ്കാര മന്ത്രം എന്നാണ് പറയുന്നത്. ആ മന്ത്രമാണ് രാമമന്ത്രം. അതുകൊണ്ട് രാമബാണത്തേക്കാൾ ശക്തിയാണ് രാമമന്ത്രത്തിന്. ഹനുമാൻ പറയുകയാണ്, രാമൻ ഈ ഭൂമിയിൽ നിന്ന് ത്രേതായുഗം കഴിയുമ്പോൾ ആ രാമൻ മാറിയിട്ട് കൃഷ്ണൻ വരുമല്ലോ. അങ്ങനെ രാമൻ മറഞ്ഞു പോയാലും രാമമന്ത്രം അവസാനിക്കുകയില്ല എന്ന്. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും രാമനാമം ജപിക്കൂ എന്ന് പറയുകയാണ്. ഹരേ കൃഷ്ണ.